ഹലോ ഹായ്, ഞാൻ സെലിം കെ. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് നമ്മുടെ സേവ് ആപ്പ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഒരുപാട് ഫീച്ചേഴ്സുകൾ 10-22ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ നമുക്കെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ ആദ്യത്തെ ഫീച്ചേഴ്സായ പേയ്മെൻറ്റ്, ഈ പേയ്മെൻറ്റ് ഫീച്ചേഴ്സ് നമുക്കെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്ത പേയ്മെൻറ്റ്സ് എല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു പുതിയൊരു പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴെ കാണുന്ന ആ റെഡ് പ്ലസ് ബട്ടൺ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ഒരു സ്ക്രീൻ ഇവിടെ ഓപ്പണായി. ഇതിൽ ഇന്നത്തെ ഞാൻ എന്നാണ് 26-ാം തീയതിയാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഡേറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കാണിക്കുന്നത് താഴെ സെലക്ട് ആൻ അക്കൗണ്ട്. ജസ്റ്റ് ഞാൻ നമ്മുടെ എക്സ്പെൻസ് ഓൾറെഡി ഈ അക്കൗണ്ടിൽ ഓൾറെഡി കമ്പനി ഒരുപാട് അക്കൗണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ഡീസൽ ആൻഡ് പെട്രോൾ ഡീസൽ ആൻഡ് പെട്രോൾ എടുത്തു. എമൗണ്ട് താഴെ കണ്ടില്ല, എമൗണ്ടിൽ ഞാൻ 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ക്യാഷാണ്, ഓൾറെഡി ക്യാഷ് ആണെങ്കിൽ ജസ്റ്റ് ക്യാഷിലേക്ക് എടുക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ക്യാഷിലേക്ക് എടുക്കും. ബാങ്കാണെങ്കിൽ നമുക്ക് ബാങ്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ കാണിക്കാം. അപ്പോൾ ക്യാഷ് കൊടുത്തു, സേവ് കൊടുത്തു. കണ്ടോ, ഒരു ടൂണോട് കൂടി അത് ഓൾറെഡി നമുക്ക് ബാക്ക് അടിച്ചാൽ കാണാം അത് സേവായി കിടക്കുന്നു. സേവ് ആകുമ്പോൾ ടൂണ് വന്നു. കണ്ടില്ല, പെട്രോൾ ഡീസൽ 150 രൂപ സേവായി. ഞാൻ അടുത്തൊരു പേയ്മെൻറ്റിന് വീണ്ടും എന്ത് ചെയ്യാം, ആ റെഡ് ബട്ടൺ വീണ്ടും പ്ലസ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഓപ്പണായി. ഞാൻ അടുത്തൊരു എക്സ്പെൻസ് ഗ്രോസറി ആൻഡ് സ്റ്റേഷനറി ക്ലിക്ക് ചെയ്തു. ഓക്കെ, വീട്ടിലേക്ക് എല്ലാവരും സാധനം വാങ്ങിക്കുന്നതാണ്. ഗ്രോസറി ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതാണ്. എമൗണ്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഒരു 500 രൂപ ഒരു 500 രൂപയ്ക്ക് ഞാനിതാ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കുന്നത്. 500 രൂപ ജസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ബാങ്കാണ്. ഞാൻ ബാങ്കിലൂടെയാണ് ഗൂഗിൾ പേ വഴിയാണ് ഞാനത് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബാങ്ക് ക്ലിക്ക് ചെയ്തു. ബാങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഓൾറെഡി ഞാനൊരു ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഫെഡറൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ റിസർവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ഞാനത് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ബാങ്ക് കൊടുത്തപ്പോൾ ഫെഡറൽ ബാങ്ക് വന്നു. ജസ്റ്റ് ഞാൻ സേവ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആപ്പിലൂടെ തന്നെ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോവാം. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഓപ്പൺ ആകുന്നു. നമുക്ക് ഗൂഗിൾ പേ വഴിയാണെങ്കിൽ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് ചെയ്താലും ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മളത് ആ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് ഓൾറെഡി ഇവിടെ സേവായി കിടക്കുന്നു. കണ്ടോ, ഗ്രോസറി സ്റ്റേഷനറി 500 രൂപ. ഇനി വീണ്ടും ഞാൻ അടുത്ത പേയ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്തൊരു ചാരിറ്റി ഞാൻ ക്ലിക്ക് ചെയ്തു. ചാരിറ്റി ബാങ്ക് വഴിയാണ് ഒരു 200 രൂപ ഞാൻ ചാരിറ്റി കൊടുക്കുന്നു. ഓക്കെ, 200 രൂപ ചാരിറ്റി കൊടുക്കുന്നു. പക്ഷേ ബാങ്ക് വഴി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൽ ബാങ്ക് ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിതിലൊരു പുതിയൊരു ബാങ്ക് ആഡ് ചെയ്യുന്നത്. ഈ ബാങ്കിൻ്റെ അടുത്ത് കണ്ടില്ലേ ഒരു റെഡ് പ്ലസ് ബട്ടൺ കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ ഓപ്പണായി. ഓക്കെ, അക്കൗണ്ട് നെയിം, ഈ അക്കൗണ്ട് നെയിം ഉള്ളിടത്ത് നിങ്ങൾ ബാങ്ക് ഏതാണോ അത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബാങ്ക് നെയിം കൊടുക്കുന്നുണ്ട്, കാനറ ബാങ്ക്. ഉണ്ടല്ലേ, ജസ്റ്റ് ആ ബാങ്ക് താഴെ ബാങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട, ബാങ്കിൻ്റെ നെയിം മാത്രം അടിക്കുക, ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, കാനറ ബാങ്ക് എന്ന് വന്നു. എന്നിട്ട് ഞാൻ സേവ് കൊടുത്താൽ ഓൾറെഡി പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോവാം. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ കാനറ ബാങ്ക് വഴി ഞാൻ ചാരിറ്റി കൊടുത്തു 200 രൂപ. ഇങ്ങനെ നമുക്ക് ബാങ്ക് വഴിയാണെങ്കിലും ക്യാഷ് ആണെങ്കിലും നമുക്ക് ഡെയിലി നമ്മുടെ എക്സ്പെൻസുകൾ ഇതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മന്ത്ലി ബാങ്ക് വഴി എനിക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ട്, ക്യാഷായിട്ട് എത്ര രൂപ ചിലവായിട്ടുണ്ട്, ഇതെല്ലാം നമുക്കറിയാം. ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ എക്സ്പെൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എക്സ്പെൻസ് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അതിൽ നമുക്കിതിൽ വേറൊരു കണ്ടില്ല, ഈ ഹോമിൻ്റെ അടുത്ത് കണ്ടില്ലേ റിപ്പോർട്ട് എന്നുള്ളൊരു സെക്ഷൻ കണ്ടില്ല. ജസ്റ്റ് ഈ റിപ്പോർട്ട് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫുൾ ട്രാൻസാക്ഷൻ കണ്ടില്ലേ, ഞാൻ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും ഇതിൽ അറിയാൻ കഴിയും. ഇനി അഥവാ ഹെഡ് ബൈസിൽ നമ്മൾ ട്രാൻസാക്ഷൻ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ലെഡ്ജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹെഡ് ബൈ ബേസ് റേറ്റ് കാണിക്കാം. ഇപ്പം ഞാനിതിലത് ഈ ഗ്രോസറി ടോട്ടൽ 1950 രൂപ. അത് ഏതൊക്കെ ഡേറ്റിലാണ് എന്ന് അറിയുന്നതിന് എനിക്ക് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാൻ കഴിയും. അതാ 4-ാം തീയതി 450 രൂപ, 7-ാം തീയതി 350 രൂപ, 10-ാം തീയതി 650 രൂപ, 26-ാം തീയതി 500 രൂപ. അങ്ങനെ ഓരോരോ ഡേറ്റ് ബേസ് ആയിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസുകൾ ഏതൊക്കെ രീതിയിൽ എന്നൊക്കെയാണ് പോയിട്ടുള്ളതെന്നും നമുക്ക് അറിയാൻ കഴിയും. അതാണ് ഈ ലെഡ്ജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കാണാം. ഇങ്ങനെ വീണ്ടും ഞാൻ ഹോമിൽ പോയി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എക്സ്പെൻസുകൾ ഓൾറെഡി കമ്പനി ഇതിൽ ഒരുപാട് എക്സ്പെൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി ഫിഷ് മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഫിഷിന് മാത്രമായിട്ടൊരു ഹെഡ് വേണം. പക്ഷേ നമ്മുടെ കമ്പനി ഇതിൽ ഫിഷ് എന്നിട്ടൊരു ഹെഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിതിൽ പുതുതായിട്ടൊരു ഹെഡ് ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. ഈ സെലക്ട് ആൻ അക്കൗണ്ടിൻ്റെ അടുത്തുള്ള ഈ റെഡ് ബട്ടൺ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ അക്കൗണ്ട് നെയിം കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഫിഷ് എന്നടിച്ചു, ഫിഷ്. ഓക്കെ, പിന്നെ അവിടെ സെലക്ട് ആൻ അക്കൗണ്ട് കാറ്റഗറി. കാരണം നമ്മുടെ കാറ്റഗറി എന്താണെന്ന് അറിയണം. ഈ ഫിഷ് എന്നുള്ളത് നമ്മുടെ എക്സ്പെൻസ് കാറ്റഗറിയാണ്. നമ്മൾ ഡെയിലി ഫിഷ് മേടിക്കുമ്പോൾ അത് നമ്മുടെ എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ആ കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാം, ഇവിടെ കണ്ടില്ലേ എക്സ്പെൻസ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഇൻകം അക്കൗണ്ട് ഉണ്ട്, ഇൻഷുറൻസ് പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫിഷ് എന്നുള്ളത് എൻ്റെ എക്സ്പെൻസ് അക്കൗണ്ടാണ്. ജസ്റ്റ് ഞാൻ എക്സ്പെൻസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ സെലക്ട് ആൻ അക്കൗണ്ടിൽ ഫിഷ് എന്നുള്ള പുതിയ എക്സ്പെൻസ് ആഡ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഫിഷ് മേടിക്കുന്നത്, ഞാൻ ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഫിഷ് കണ്ടില്ലേ, ഫിഷ് കിട്ടി. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു 150 രൂപയ്ക്ക് ഫിഷ് വാങ്ങിച്ചു. 150 രൂപയ്ക്ക് ഫിഷ് വാങ്ങിച്ചു. ഓക്കെ, ഞാൻ ക്യാഷ് ബാങ്കിനത് അറിയാലോ. ജസ്റ്റ് ഞാൻ സേവ് കൊടുത്താൽ ടൂണ് വന്നു. ആ ഫിഷ് പുതിയൊരു ഹെഡിൽ ഫിഷ് 150 രൂപ. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എന്താണോ പുതിയൊരു ഹെഡ്, എനിക്ക് പല ആളുകൾക്കും പല രീതിയിലുള്ള എക്സ്പെൻസ് പല രീതിയിലുണ്ടാവും. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും ഈ പേയ്മെൻറ്റിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഹെഡുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഞാൻ വേറൊരു ഹെഡ് ഈ സെലക്ട് ആക്കിയിട്ട് വേറൊരു ഹെഡ് ഞാൻ ആഡ് ചെയ്യുന്നു. എനിക്ക് ചിക്കന് വേണ്ടി മാത്രമായിട്ടൊരു ഹെഡ് വേണം. ഞാൻ ചിക്കൻ ആഡ് ചെയ്തു. കാറ്റഗറി എടുത്തു. ഇത് എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ജസ്റ്റ് സേവ് കൊടുക്കുന്നു. ഇനി ഞാൻ വീണ്ടും നമ്മുടെ എക്സ്പെൻസിൽ സെലക്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു. ഞാൻ ചിക്കൻ എമൗണ്ട് 300 രൂപ ചിക്കൻ. അത് ക്യാഷ്, ബാങ്ക് ആണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക. ഏത് ബാങ്കാണോ നമ്മൾ 1, 2, 3 ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബാങ്കിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ക്ലിക്ക് ചെയ്താൽ ഏത് ബാങ്കിൽ നിന്നാണോ നമുക്കത് ചെയ്യേണ്ടത് ആ ബാങ്കും എന്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇസാഫ് ആണെങ്കിൽ ഇസാഫ് ബാങ്ക് സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. പേയ്മെൻറ്റ് വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.